അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പാരൻസ് എന്തൊക്കെ കാര്യങ്ങളിൽ സ്ട്രിക്റ്റ് ആകണം എന്നുള്ളതാണ്. ഇതുവരെ പറഞ്ഞു നമ്മൾ ഫ്രീഡം കൊടുക്കുക, എല്ലാം കേൾക്കുക, അവരുടെ അടുത്ത് കളിയും തമാശയായിട്ടൊക്കെ ഉള്ള സമയം സ്പെൻഡ് ചെയ്യുക, അതൊക്കെ ഓക്കെയാണ്. ചെറിയ തെറ്റുകൾ വന്നാൽ നമ്മൾ ക്ഷമിക്കുക, അല്ലെങ്കിൽ അതൊക്കെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഫ്രീഡം എത്രമാത്രം വേണം, അത് കുട്ടികൾക്ക് പ്രത്യേകിച്ചും അങ്ങനെയുള്ള ഒരു അറ്റ്മോസ്ഫിയർ വീട്ടിലുണ്ടായാൽ മാത്രമേ അവർക്ക് അങ്ങനെ നല്ലപോലെ നാച്ചുറലി നല്ലൊരു നൈസർഗികമായിട്ടുള്ള കഴിവുകളൊക്കെ കുട്ടികൾക്ക് പുറത്ത് കൊണ്ടുവരാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ തീരെ അവരങ്ങ് എല്ലാം സപ്രസ് ചെയ്ത് ഉള്ളിൽ ഒതുക്കുന്ന ഒരു ടൈപ്പായിട്ട് പോവും. കുറച്ച് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക. അവർക്ക് തമാശ പറഞ്ഞു, കളിച്ചു, ചിരിച്ചു എന്നൊക്കെ പറഞ്ഞ് അത് നമ്മളൊരു വലിയ വിഷയമായിട്ടൊന്നും എടുക്കണ്ട. അവരിങ്ങനെ തർക്കുത്തരം പറയുന്നു, അതൊക്കെ അത് നോർമലി കുറച്ച് ചിന്തിക്കാൻ കഴിവുള്ള കുട്ടികളാകുമ്പോൾ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു, എന്തുകൊണ്ട് അമ്മ അങ്ങനെ ചെയ്തു, ഇങ്ങനെയൊക്കെ ചിലപ്പോൾ ചോദ്യം ചെയ്തെന്നൊക്കെ വരാം. അതൊക്കെ സ്വാഭാവികമാണ്. അവർ ആ തിങ്കിങ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. പക്ഷേ അതൊക്കെ നമ്മൾ ഒരു വിവേകത്തോടെ ആ സിറ്റുവേഷൻ അനുസരിച്ച് കൈകാര്യം ചെയ്യുക. ഇനി എന്തിനൊക്കെ സ്ട്രിക്റ്റ് ആവണം എന്നുള്ള കാര്യം നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് പറയുകയാണ്. സ്ട്രിക്റ്റ് ആവേണ്ട ചില സംഗതികളെന്ന് പറഞ്ഞാൽ, ചില കുട്ടികളുണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യപ്പെട്ടാൽ ആ നിമിഷം തന്നെ എത്തിച്ചു കൊടുക്കണമെന്ന് പിടിവാശി പിടിക്കുന്നത് കാണാം. അപ്പോൾ അത് നിങ്ങൾ യാതൊരു കാരണവശാലും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. എപ്പോഴും ഒരു എന്തെങ്കിലും ഒരു സാധനം വേണമെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് ഇമ്പോർട്ടൻസ് ഉണ്ടോ, അത് അവർക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണോ, അതിന് എത്രമാത്രം എമൗണ്ട് അല്ലെങ്കിൽ എക്സ്പെൻസ് എങ്ങനെയാണ്. ചിലപ്പോൾ വില കൂടിയ ചില ഗിഫ്റ്റുകളോ എന്തെങ്കിലുമൊക്കെ അവർ പിടിവാശി പിടിക്കും. കാരണം ഫ്രണ്ട്സിനുണ്ട്, എനിക്കും വേണം എന്ന് നിർബന്ധം പിടിക്കുമ്പം സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ അത് നോ എന്ന് പറയാനുള്ള ആർജവം നിങ്ങൾ കാണിക്കണം. വളരെ ചെറുതിലേ തന്നെ അത് വേണം. അതായത് ഒരു ഏജ് വരെ, ഒരു 10 വയസ്സ് വരെ വളരെയധികം ലാളന കൊടുത്ത് ചോദിക്കുന്നതെല്ലാം നമ്മൾ വാങ്ങി കൊടുത്ത് അവർ ചോദിച്ചാൽ അടുത്ത സെക്കൻഡ് കടം വാങ്ങിയെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്ന ആ ടെൻഡൻസി എന്ന് പറയുന്നത് കുട്ടികളത് സ്പോയിൽ ചെയ്യും, കുട്ടികളത് നശിപ്പിക്കും എന്നുള്ളതിലൊരു സംശയമില്ല. കാരണം ഒരു സ്റ്റേജ് വരെ നിങ്ങൾ അങ്ങനെ എല്ലാം ചോദിച്ചതെല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് പറ്റാത്തൊരു സാഹചര്യം വന്നാൽ അതുമായിട്ട് പൊരുത്തപ്പെടാൻ വളരെയധികം ബുദ്ധിമുട്ട് കുട്ടിക്കുണ്ടാകാം. സോ വളരെ ചെറുതിലേ മുതൽ തന്നെ നോ പറയേണ്ടിടത്ത് അത് പറയാനുള്ള ആർജവം കാണിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ നിങ്ങൾ ചിന്തിക്കുക, ചിലപ്പോൾ ഇപ്പോൾ സ്കൂളിൽ ഒരു ടൂർ, ഒരു എക്സ്കർഷൻ എല്ലാവരും കൂടെ ഒന്നിച്ചു പോകുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അത് കുട്ടിക്ക് ആവശ്യപ്പെടുന്നുണ്ട്, അപ്പോൾ എനിക്കും പോകണം. ആ ഒരു സന്ദർഭത്തിൽ നമ്മൾ നോ പറഞ്ഞാൽ അത് കുട്ടിക്ക് മനസ്സ് വേദനിക്കും. കാരണം ഇപ്പോൾ സ്കൂൾ ടൂർ എന്നൊക്കെ പറയുന്നത് അവർക്ക് ഒരു വിനോദയാത്ര എന്ന് മാത്രമല്ല, അതൊരു എക്സ്പോഷറാണ്, അല്ലേ, ഒരു എക്സ്പീരിയൻസ് അല്ലേ. ടീച്ചേഴ്സിൻ്റെ ഒപ്പം കുട്ടികളുടെ ഒപ്പമൊക്കെ പോകാൻ എല്ലാ കുട്ടികളും ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് വിവേകത്തോടെ പാരൻസ് അത് തീരുമാനിക്കണം. അതിപ്പോൾ ഒരു അധിക ചിലവല്ല, അത് അവർക്ക് ആവശ്യമായിട്ടുള്ള മസ്റ്റായിട്ടുള്ള ഒരു സംഭവമാണ്, അത് അവർക്ക് വേണം. അത് നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാലാണ് അത് കുട്ടികളെ തളർത്തി കളയുന്നത്. പക്ഷേ ഇനി ആവശ്യമില്ലാത്ത പല സംഭവങ്ങളും ചോദിച്ചെന്ന് വരും. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സിന് ഇത്രയും നല്ല സൈക്കിളുണ്ട്, എനിക്ക് ഉടനെ വാങ്ങണം എന്ന് പറയുകയാണെങ്കിൽ അത് നമുക്ക് സ്വല്പം ഒരു സാവകാശം കൊടുക്കാം. ഇപ്പം പറ്റത്തില്ല, അതിനി അടുത്ത തവണ നോക്കാം എന്ന് അതിനെ നമുക്കൊരു ഡിലേ ചെയ്ത് കൊണ്ടുപോകുന്നത് നല്ലതാണ്. ഉടനെ ചോദിച്ചെല്ലാം കിട്ടും, വീട്ടിൽ എന്ത് ചോദിച്ചാലും എനിക്ക് ഉടനെ കിട്ടും എന്നുള്ള ഒരു ടെൻഡൻസി ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ നമ്മൾ അധിക ചിലവെടുത്ത് അധിക എക്സ്ട്രാ ബേർഡൻ അനുഭവിച്ച് നമ്മൾ കുറേ അധികം കാശ് കടം വാങ്ങിയോ അല്ലെങ്കിൽ നമ്മൾ ഇല്ലാത്ത കാശ് ഒപ്പിച്ച് അവർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുക. ചില ആൾക്കാർ പറയും, എനിക്ക് കുട്ടിയിലെ ഇതൊന്നും കിട്ടിയിട്ടില്ല, ചെറുതായിരുന്നപ്പോൾ ഞാൻ ഒരുപാട് സഫർ ചെയ്തുകൊണ്ട് എൻ്റെ മക്കൾ അങ്ങനെയൊന്നും അനുഭവിക്കാൻ പാടില്ല. അത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ പറയുന്നത്. അനാവശ്യമായിട്ടുള്ള ഒരു ആർഭാടം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വാങ്ങിക്കൊടുക്കുക, അങ്ങനെ ഒരു ശീലം നിങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും അവർ വളർന്നു കഴിയുമ്പോൾ. എന്ന് മാത്രമല്ല, കുട്ടികൾ ഡിമാൻഡിങ് ആയിട്ട് മാറും. എനിക്കിത് തന്നെ വേണം, നമ്മൾ നിർബന്ധം പിടിച്ചാൽ അവർ വാങ്ങിത്തരും എന്നുള്ള ഒരു ടെൻഡൻസി നമ്മൾ എൻകറേജ് ചെയ്യാനേ പാടില്ല. നോ പറയേണ്ടടുത്ത് തീർച്ചയായിട്ടും നോ പറയണം. നിങ്ങൾ ആലോചിക്കുക, ഈ വസ്തു കൊണ്ട് എന്താണ് പ്രയോജനം, കുട്ടിക്ക് അതുകൊണ്ട് ഗുണമുണ്ടോ? ചിലപ്പോൾ ഒരു പുസ്തകമോ ചെറിയ കളിപ്പാട്ടങ്ങളോ അതൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത്. എന്ന് വെച്ചാൽ തീരെ ടോർച്ചർ ചെയ്യണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. നമുക്കിപ്പോൾ അത് നമുക്ക് പറ്റാത്തൊരു കാര്യമാണെങ്കിൽ, അല്ലെങ്കിൽ അത് അവർക്ക് വലിയ യൂസ് ഇല്ല നിങ്ങൾക്ക് ബോധ്യമുള്ള ഒരു കാര്യമാണെങ്കിൽ, അനാവശ്യമായിട്ട് പൈസ സ്പെൻഡ് ചെയ്യുന്നത് അതൊരു തെറ്റായ ടെൻഡൻസിയാണ്. ആ കാര്യങ്ങളിലൊക്കെ നല്ല മോഡറേഷൻ വേണം. താങ്ക് യു.